ഇന്ന് പൊന്നൂന് ലഞ്ചിന് കൊടുത്തു വിട്ടതിൽ സ്പെഷ്യലായിട്ടൊരു കറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പഴമാങ്ങ താളിച്ചതാണേ. പഴമാങ്ങ താളിച്ചതും പഴമാങ്ങ കറിയും രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. അതുപോലെ മാമ്പഴ പുളിശ്ശേരിയും വ്യത്യാസമുണ്ടേ. പഴമാങ്ങ താളിക്കാനായിട്ട് ചൂടായ എണ്ണയിൽ കടുക് പൊട്ടിക്കുക, പിന്നെ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി ഇടാറില്ല കേട്ടോ. ഇഞ്ചി ഇട്ടാൽ വേറൊരു ടേസ്റ്റാവും. അത്ര ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. വഴഞ്ഞു വരുമ്പം മഞ്ഞൾപ്പൊടിയും ചതച്ച മുളകാണ് കുറച്ചുകൂടി നല്ലത്. ചതച്ച മുളക് കൂടി തീർന്നിരിക്കുന്ന കാരണം ഞാൻ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ എരിവ് കുറഞ്ഞിരിക്കും, നല്ല കളറും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കാശ്മീരി പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ മാങ്ങയുടെ അളവനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പകുതി മാങ്ങയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും, ഈ അരപ്പ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് തിളച്ചൊന്ന് കുറുകി വരുമ്പം 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഈ കറിയുടെ ഒപ്പം നല്ല ചൂട് ചോറും പപ്പടം വറുത്തതും പിന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും കൂടിയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇന്ന്. വെണ്ടയ്ക്ക ഇന്നലെ രാത്രി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ വെണ്ടയ്ക്ക റെഡിയാക്കി വെച്ചത്. രാവിലെ ആകുമ്പോൾ ഒരു തിരക്ക് പിടിച്ച ഒരു സമയമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് രാവിലെ വെക്കാതെ ഞാൻ ഇന്നലെ രാത്രി തന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ അതൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയായിരുന്നു കേട്ടോ. പിന്നെ പപ്പടം ഒരു 3 പപ്പടം കൊണ്ടൊക്കെ കീറി വറുത്തത്. എപ്പോഴും അവൾക്ക് പപ്പടം കൊടുത്തു വിടുമ്പം കുത്തി നിറച്ച് കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ബാക്കി കൊണ്ടുവരും, ചിലപ്പോൾ അവൾക്ക് കിട്ടാറുമില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താണേലും ശരി, എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ അതൊരു രസമല്ലേ. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ഞാൻ കുറച്ചധികം കൊടുത്തു വിടാറുണ്ട് കേട്ടോ. ചോറും കറികളും എല്ലാം കൂടി ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ടാണ് അവൾ ബാഗിലേക്ക് വെക്കുന്നത്. എന്നാലും കറി ചിലപ്പോൾ കറിപ്പാത്രത്തിൽ നിന്ന് എണ്ണയോ അതിൻ്റെ ചാറോ പുറത്തേക്ക് പോയാലോ എന്ന് എഴുതിയിട്ട് അങ്ങനെയുള്ള കറികൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ കൂടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പൊതിയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.